ഇവിടെ സമരം ചെയ്യുന്ന SFI പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പുറത്തുനിന്ന് കൂടുതൽ SFI പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തിനകത്തേക്ക് എത്തിയിരിക്കുന്നവർ മുദ്രാവാക്യം വിളിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് കാണാം, ഒരു SIക്കാണ് പരിക്ക് പറ്റിയത്. അദ്ദേഹമാണ് ആ നിലത്തേക്ക് വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അപ്പോഴാണ് SFIയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർക്ക് നേരെ പോലീസ് ലാത്തി വീശുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നത്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരെ അകത്തേക്ക് ബലം പ്രയോഗിച്ച് വാഹനത്തിനുള്ളിലേക്ക് നീക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കൂടുതൽ പ്രവർത്തകർ, അതായത് കൂടുതൽ SFI പ്രവർത്തകർ ഇപ്പോൾ ഈ വാഹനത്തിന് മുന്നിലേക്ക് തമ്പടിക്കുന്ന ആ ഒരു കാഴ്ചയും അതുപോലെ തന്നെ മുഷ്ടിചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആ ഒരു കാഴ്ചയുമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും നേരത്തെ തന്നെ സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസിനെയും സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലേക്ക് വിന്യസിച്ചിരുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ പോലീസ് സംയമനം പാലിച്ചു. വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. VC-യുടെ ചേംബറിന് മുന്നിൽ നിന്ന് മുഴുവൻ പ്രവർത്തകരെയും നീക്കി എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പോലീസിന്റെ ബസ്സിലേക്ക് കയറ്റുന്നുണ്ട്. അവർ തിരികെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ബലം പ്രയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. പ്രവർത്തകർ പടിക്കെട്ടിലിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. അവരെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് വനിതാ പ്രവർത്തകരടക്കമുണ്ട്. വനിതാ പോലീസിന്റെ ശ്രമം ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. യുദ്ധസമാനമായ സാഹചര്യം സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് കേരള സർവകലാശാലയുടെ പരിസരം മാറിയിരിക്കുകയാണ്. പോലീസിന്റെ ബാരിക്കേഡുകൾ മറികടന്ന്, പോലീസ് ഒരുക്കിയ പ്രതിരോധമെല്ലാം മറികടന്ന് VC-യുടെ ചേംബറിന് തൊട്ടരികിൽ വരെ SFI പ്രവർത്തകർ എത്തി. അവിടെ ഗ്രില്ലുണ്ടായിരുന്നതിനാൽ അതിനകത്തേക്ക് VC-യുടെ ചേംബറിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊഴിച്ചാൽ വലിയ പ്രതിഷേധം. വാതിലുകളിലൂടെ പല വഴികളിലൂടെ SFI പ്രവർത്തകർ കെട്ടിടത്തിനകത്തേക്ക് കയറുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് കയറുന്നതൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു. ഏതാണ്ട് 1.5 മണിക്കൂറിലധികമായി വലിയ സംഘർഷാവസ്ഥ കേരള സർവകലാശാലയിൽ നിലനിൽക്കുകയാണ്. പോലീസാണെങ്കിൽ ആദ്യഘട്ടത്തിലൊരു സംയമനം പാലിച്ചു. ഇത്രയും വലിയൊരു പ്രതിഷേധം എങ്ങനെ പ്രതിരോധിക്കണം എന്ന കാര്യത്തിൽ പോലീസിന് ആശയക്കുഴപ്പമുണ്ടായി. ഇപ്പോഴാണ് ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിടുന്നതിനിടയിലാണ് ഒരു കടുത്ത നടപടിയിലേക്ക് പോലീസ് കടന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് സേനയും കുറവായിരുന്നു. പിന്നീട് കൂടുതൽ പോലീസ് എത്തിയാണ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, ഇപ്പോഴും ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്, പ്രതിരോധിക്കുന്നുണ്ട് പ്രവർത്തകർ. എന്താണ് കാണാൻ കഴിയുന്ന കാഴ്ചകൾ അലക്സ്? റിജിത്ത്, ഇപ്പോഴും സംഘർഷ അന്തരീക്ഷം കേരള സർവകലാശാലയിൽ നിലനിൽക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം, വൈസ് ചാൻസലറുടെ ക്യാബിന് മുന്നിലേക്ക് എത്തിയ പ്രവർത്തകരെ പൂർണ്ണമായി അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് പോലീസിന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. പോലീസ് വീണ്ടും അവിടെ ബന്ദോബസ്ത് തീർത്തിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സ്റ്റെയർ കേസിൽ, അതായത് പടിക്കെട്ടിലിരുന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നു. അവിടെ പോലീസ് വലിയ രീതിയിൽ തമ്പടിച്ചിട്ടുണ്ട്. ബലം പ്രയോഗിച്ച് പുറത്തേക്ക് എത്തിച്ച പ്രവർത്തകരെ കൊണ്ടുപോകുന്നതിന്, അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിനിട്ട വാഹനമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ വാഹനത്തിന് മുന്നിൽ പ്രവർത്തകർ വാഹനത്തെ തടഞ്ഞുകൊണ്ട് കൂടുതൽ SFI പ്രവർത്തകർ വാഹനത്തിന് മുന്നിൽ നിൽക്കുന്നു. പോലീസ് ബലം പ്രയോഗിച്ച് വാഹനത്തിനുള്ളിലേക്ക് കയറ്റിയ പ്രവർത്തകർ വാഹനത്തിൽ നിന്ന് തന്നെ പുറത്തിറങ്ങുന്നത് നമ്മൾ കാണുന്നു. രൂക്ഷമായ പ്രതിഷേധം അവർ ഉയർത്തുന്നു. ആ പ്രതിഷേധത്തിന്റെ ചൂടിന് ഇനിയും മാറ്റം വന്നിട്ടില്ല. അതായത് 2.5 മണിക്കൂറിലേക്ക് അടുക്കുന്നു. 12:30 മണിക്ക് ആരംഭിച്ച ഈ മാർച്ചാണ്. ആ മാർച്ച് ഈ ബാരിക്കേഡും മറ്റെല്ലാം ഭേദിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനുള്ളിലേക്ക് കയറുന്നു. അത് വിവിധ ഇടങ്ങളിലൂടെ, കിളിവാതിലുകൾ കൂടെ പോലും ഈ പ്രവർത്തകർ അകത്തേക്ക് കയറുന്നതാണ് നമ്മൾ കണ്ടത്. അകത്തേക്ക് കയറി ഇവർ ഈ 1ാം നിലയിലെ വൈസ് ചാൻസലറുടെ ക്യാബിനിലേക്ക് ഇരച്ചെത്തുകയായിരുന്നു. അവിടെയാണ് ആ ക്യാബിൻ വേലി തകർക്കുന്നതിനുള്ള ശ്രമം നടത്തി അവിടെ നിന്നത്. അതിനുശേഷം ഇടപെടുന്നത് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. താഴേക്ക് പ്രവർത്തകർ എത്തിച്ചു. റിജിത്ത്, ഈ വാഹനത്തിനുള്ളിൽ ബലം പ്രയോഗിച്ച് കയറ്റിയ പ്രവർത്തകരെല്ലാം വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. ആ വാഹനത്തെ തടഞ്ഞ പ്രവർത്തകരും പോലീസും അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. കൂടുതൽ SFI പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. SFI പ്രവർത്തകർ ഇവിടെ നിന്ന് ആംബുലൻസിൽ ഇവിടെ നിന്ന് മാറ്റുന്നത് കണ്ടു. കൂടുതൽ പോലീസ് വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ട്. അതായത് ഇനി ഒരു ആക്ഷനിലൂടെ മാത്രമേ പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ അതിനു സജ്ജമായി കൂടുതൽ കമ്പനി പോലീസ് വാഹനങ്ങൾ ഇവിടേക്ക് എത്തുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ക്യാമ്പുകൾക്കുള്ളിൽ നിന്ന് വാഹനങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ ഈ സമരം അത് വേറൊരു തലത്തിലേക്ക് പോകുന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങേയറ്റം പ്രതിഷേധം SFI പ്രവർത്തകർ ഉയർത്തുന്നു. ഈ അടുത്ത കാലത്തും എങ്ങും ഇത്തരത്തിലൊരു സമരം സർവകലാശാല ക്യാമ്പസ് കണ്ടിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങൾക്ക് മുമ്പാണ് പണ്ട് KSU പ്രവർത്തകർ സമരവുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലറുടെ ചേംബറിലേക്ക് ഇരച്ചെത്തുന്നത്. അന്ന് അതിന് സുരക്ഷാ വീഴ്ചയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അന്ന് സർവകലാശാല ഈ ചേംബറിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത തരത്തിൽ അവിടെ ഇരുമ്പ് മറ
സ്ഥാപിക്കുന്നത്. ആ ഇരുമ്പ് വര സ്ഥാപിച്ചത് കൊണ്ട് മാത്രം ഇന്ന് വൈസ് ചാൻസലറുടെ ക്യാബിനിലേക്ക് SFI പ്രവർത്തകർ കടക്കാനായില്ല. അതിൻ്റെ അടുത്ത് വരെ പ്രവർത്തകർ എത്തിയ മണിക്കൂറുകൾ കടക്കുന്നു, 2.5 മണിക്കൂർ കടക്കുന്നു ഈ സമരം ആരംഭിച്ചത്. നോക്കുമ്പോൾ കാണാം SFI പ്രവർത്തകർ പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം ഉയർത്തുന്നത് കാണാം. ഈ ദൃശ്യങ്ങൾ ഈ സർവകലാശാലയുടെ 1-ാം നിലയിൽ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ പ്രവർത്തകർ ഇനിയും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പോലീസ് അങ്ങേയറ്റം ബലം പ്രയോഗിച്ച് പ്രവർത്തകർ ഇവിടെ നിന്ന് മാറ്റിയെങ്കിലും പ്രവർത്തകർ താഴേക്ക് പോകാൻ കൂട്ടാക്കിയിട്ടില്ല. അവർ ആ പടിക്കെട്ടിൽ നിന്ന് മുദ്രാവാക്യം ഉയർത്തുന്നത് കണ്ടു. അവരുടെ ബാനർ തന്നെ നമ്മൾ കണ്ടതാണ്. സംഘി VC അറബിക്കടലിൽ എന്നാണ് ആ ബാനറിൽ എഴുതിയ SFI പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. പ്രധാനപ്പെട്ട കവാടം ചാടിക്കടന്ന് ബാരിക്കേഡുകൾ ഭേദിച്ച് ഇതിനകത്തേക്ക് എത്തി. പോലീസ് വിശാലമായി ഈ സമരത്തെ നോക്കി നിൽക്കുകയായിരുന്നു. കയ്യും കെട്ടി സംയമനം പാലിച്ച് പോലീസ് അങ്ങനെ നോക്കി നിന്ന് രസിക്കുകയായിരുന്നു ഈ സമരത്തിൻ്റെ ആദ്യാവസാനം വരെയും. പിന്നീട് ഈ സമരം പോലീസിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് പോയി എന്ന് പോലീസിന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് പോലീസ് ഈ ക്യാമ്പസിനുള്ളിൽ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനുള്ളിലേക്ക് പ്രവേശിച്ചത്. അവിടെ നിന്ന് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് മാറ്റാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം പോലീസ് ആ സുരക്ഷാ പ്രശ്നം പോലീസിന് അഡ്രസ്സ് ചെയ്യേണ്ടി വരും, പോലീസിന് മറുപടി കൊടുക്കേണ്ടി വരും. കേരള സർവകലാശാലയിൽ എങ്ങനെ ഈ സമരത്തിൽ വന്ന SFI പ്രവർത്തകർ കയറി, എങ്ങനെ ഇവർ പല ഇടങ്ങളിലൂടെ, പല വേലികളിലൂടെ, പല ജനലുകളിലൂടെ, കിളിവാതിലുകളിലൂടെ എങ്ങനെ അകത്തേക്ക് എത്തി എന്നതിൻ്റെ മറുപടി പോലീസ് പറയേണ്ടി വരും. മറ്റു പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നാൽ അതിന് പോലീസ് മറുപടി കൊടുക്കേണ്ടി വരും. അതിനുശേഷം പോലീസിന് ബോധോദയം ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് പോലീസ് സമരത്തിൽ ഇടപെടുന്നതും പ്രവർത്തകർ ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ശ്രമം നടത്തുന്നതും. അങ്ങനെയാണ് രൂക്ഷമായ സമരം SFI ഉയർത്തുന്നു. SFIയുടെ ലീഡർഷിപ്പിൽ അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകുന്നത്. ഇത്രയും വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് മുൻകൂട്ടി കാണുന്നതിൽ പോലീസ് അമ്പയെ പരാജയപ്പെട്ടുപോയി എന്നുള്ള കാര്യം ഉറപ്പാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ആ പ്രതിഷേധക്കാരെ തടയാതെ പോലീസ് കാഴ്ചക്കാരായി നോക്കി നിന്നു. ഇനിയിപ്പോൾ വലിയ വിമർശനം പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ടി വരും. പോലീസും SFI പ്രവർത്തകരും തമ്മിൽ ഒത്തുകളിച്ചു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾക്ക് ഇനി മറുപടി പറയേണ്ടി ഒരു വലിയ സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. VCയുടെ ചേംബറിന് തൊട്ടരികിൽ വരെ SFI പ്രവർത്തകർ എത്തുന്നത് കണ്ടു. ഇപ്പോൾ അവിടെ നിന്ന് VCയുടെ ചേംബറിന് മുന്നിൽ നിന്ന് മുഴുവൻ പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് നീക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാന കവാടത്തിനരികിലേക്ക് പ്രവർത്തകർ സംഘടിച്ചെത്തിയപ്പോൾ അവിടെ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകർ പുറത്തുനിന്ന് ക്യാമ്പസിനകത്തേക്ക് ഇപ്പോൾ എത്തുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. അതിനിടയിൽ പോലീസ് കൂടുതൽ സേനയെ ക്യാമ്പസിനകത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പ്രവർത്തകരുടെ വലിയ കൂട്ടം സംഘടിച്ച് മുദ്രാവാക്യവുമായി ഗവർണർക്കെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്, VCക്കെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ക്യാമ്പസിലേക്ക് വരുന്ന ഘട്ടത്തിൽ ആ ബാരിക്കേഡ് മറികടന്നവർ ക്യാമ്പസിനകത്തേക്ക് കയറുന്നത്, പ്രധാന കവാടം കടന്ന് മുന്നോട്ട് പോകുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് പ്രവേശിക്കുന്നത്, കിളിവാതിലിലൂടെ പോലും പ്രവർത്തകർ അകത്തേക്ക് കടക്കുന്നതൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു. ഏതാണ്ട് 2 മണിക്കൂറിലധികം ഒരു സംഘർഷ ഭൂമിയായി കേരള സർവകലാശാല നിൽക്കുകയായിരുന്നു. ഇപ്പോൾ